ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ സീസണൊന്നുമല്ല, ഒരു സീരീസ് പോലെ ഒരു ഫോട്ടോ വ്ളോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്താലെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പോണ പ്ലേസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് മെയിൻലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്തുകൾ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക എന്നാണ് മെയിൻലി ഉള്ള ഉദ്ദേശം. ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും ഫോട്ടോസ് എടുക്കുന്നതാണ്. ഞാൻ കുറേ കാലമായിട്ട് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കാറില്ല, കുറവായിരുന്നു. പക്ഷെ മുമ്പ് ഞാൻ കുറേ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എനിക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത് ഫോട്ടോ വ്ളോഗ് പോലെ ഒരു സീരീസ് പോലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷാർജ അക്വേറിയത്തിൻ്റെ അടുത്ത് കുറച്ച് രസം ഉള്ള കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഒരു ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അവിടെ പോയി നോക്കാം എന്തെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഫോട്ടോ കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു, എന്തെങ്കിലും നല്ലൊരു സീനിക്കായിട്ടുള്ള ഫോട്ടോ കിട്ടുന്ന വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, കാണുന്നതാണ് ഷാർജ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ രണ്ടാമത്തെ ടിക്കറ്റ് എടുത്ത് കയറാനൊന്നും അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാത്ത. നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 5 മണിയാണ്. 5 മണിയായിട്ട് ഇവിടെ 12 മണി, ഉച്ചയ്ക്ക് 12 മണിയുടെ ഒരു ഫീലാണ്. നല്ല വെയിലാണ്. കാണുന്നതാണ് അൽ ബിൻ റാഷിദ് സ്ക്വയർ. ഇതൊരു പഴയ എന്തൊരു ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഈ ഫെൻസുകളൊക്കെ ഉണ്ടാക്കിയത് മറ്റേ പനയുടെ ഓല വെച്ചിട്ടാണ്. ഇപ്പോൾ കണ്ട നല്ല രസമുള്ള ഫെൻസുകളാണിത്. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഷാർജ അവരുടെ ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത കണ്ടാണ്. ലൈറ്റ് നല്ല രസമുണ്ടല്ലോ, അരിക്ക് ലാമ്പ് തൂക്കി നമുക്ക്. എൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പുതിയൊരു ക്യാമറയാണ്. ഞാൻ ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 2 months ആയി. അപ്പോൾ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്താ പറയുക, ടെസ്റ്റ് ഷോട്ടായിട്ട് ഞാൻ കുറച്ച് ഷോട്ട്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിപ്പോൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിന്ന് ഇവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ക്യാമറ, ഫുജിഫിലിം XM5. ഇതെൻ്റെ മെയിൻ ക്യാമറ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ട്രാവലിങ്ങിന് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത്രയും മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ട്രാവലിങ്ങിന് ആദ്യം പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നൊരു ഫോട്ടോ വ്ളോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഈ റാഷിദ് ബിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതെന്തൊരു പഴയൊരു കെട്ടിടമാണ്, എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കുറച്ച് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇതിൻ്റെ സൈഡ് വരുന്നത് ബീച്ച് സൈഡാണ്. മംസാർ ബീച്ചിൻ്റെ സെയിം ബീച്ച് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ ബിൽഡിങ്ങിൻ്റെ അവിടെ നോക്കിയാൽ കാണാം ഇതുപോലത്തെ അരിക്ക് ലാമ്പ്. എനിക്ക് തോന്നുന്നത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അരിക്ക് ലാമ്പുകളാണ് തോന്നുന്നുണ്ട്. ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള എന്തൊരു ഡോറ്, പഴയ ഡോറാന്ന് തോന്നുന്നുണ്ട്.
പക്ഷേ നല്ല ഫ്രെയിം, നല്ല കാണാൻ രസമുള്ള ഫ്രെയിം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഫോട്ടോ വ്ളോഗിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി, പക്ഷേ ഞാൻ അത്ര ഹാപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഫോട്ടോ വ്ളോഗിൽ വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ ഗായ്സ്.